trip hop moves wrap around my very being. Fall place rhymes the sound. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആള് ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദുർഗാപൂജേൻ്റെ ലീവൊക്കെയാണ് അവർക്ക്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണ്. ആൾ നോക്കിയിട്ടാണ് ഇവിടെ ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ മോൻ്റെയും മോളുടെയും ഒരു ദിവസമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ഡേറ്റിൻ്റെ ഇതിലല്ല. അപ്പോൾ ഇന്ന് മക്കളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു ആഘോഷമാണ്, വലിയ ഇതായിട്ടൊന്നുമില്ല. കുറച്ച് കുട്ടികളൊക്കെ തൊട്ടടുത്തുള്ള കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ട് ഒരു കേക്ക് മുറിക്കലും ഒരു ചെറിയൊരു ആഘോഷം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി, കുറച്ച് ബലൂണുകളൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്കെല്ലാം എത്തി. അപ്പോൾ ഇതാ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഇത് മോനെ പഠിപ്പിക്കുന്ന മിസ്സാണ്. അപ്പോൾ മിസ്സിൻ്റെ അനുജത്തിയും പിന്നെ എൻ്റെ ഒരു ഏടത്തിയമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള സ്നേഹ എന്ന് പറയുന്ന കുട്ടിയാണ്. ഈ കുട്ടികളൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ്. എല്ലാവരും മോൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അത് ഒരു ചെറിയ കുട്ടി മോന് ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പം മോൾക്ക് അധികം ഫ്രണ്ട്സൊന്നും ഇവിടെ ഇല്ല. കാരണം മോള് നേരത്തെ തന്നെ ഹോസ്റ്റലിലായതുകൊണ്ട് അവളുടെ ഫ്രണ്ട്സൊക്കെ അങ്ങാണ്. ഇവിടെ വീടിൻ്റെ അടുത്തൊന്നും അവൾക്ക് പറ്റിയ കുട്ടികളൊന്നുമില്ല. പിന്നെ മിസ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഏടത്തി എപ്പോഴും എന്താവശ്യത്തിനും ഓടിയെത്തുന്ന ഒരു ഏടത്തിയമ്മ വന്നിട്ടുണ്ട്. ഏടത്തിയമ്മേൻ്റെ മോനും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വലിയ ആർഭാടമായിട്ടുള്ള ആഘോഷങ്ങളൊന്നുമില്ല. എപ്പോഴും ഇതുപോലെ തന്നെയാണ് ബർത്ത്ഡേ. കേക്ക് വാങ്ങും, കുട്ടികളൊക്കെ വരും, ഫുഡൊക്കെ ഉണ്ടാക്കും, കഴിക്കും. അത്ര തന്നെയാണ് ആഘോഷം. പിന്നെ അമ്പലത്തിൽ രാവിലെ പോകും. പായസം ഉണ്ടാക്കിയിട്ട് പൂജാ റൂമിൽ പൂജയ്ക്ക് വെച്ചതിന് ശേഷമേ കഴിക്കുള്ളൂ. അപ്പോൾ എച്ചിലൊന്നും ആക്കാതെ വൃത്തിയോടെ ഉണ്ടാക്കിയെടുക്കണം. Navigating the depths like a jazz improvisation. New jazz rhythms set my soul in cosmic vibration. Deep house beats like stars twinkling in the sky. I reach the depths of my creativity as I fly high. The trip hop moves wrap around my very being. Fall place rhymes the soundtrack to what I'm seeing. Abstract thoughts flow through these astral dimensions. I paint pictures with words, unveiling my intentions. അപ്പോൾ കേക്കെല്ലാം മുറിച്ചു, എല്ലാവർക്കും ഓരോ പീസൊക്കെ കൊടുത്തു. ഇനി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇവിടെ പൊതുവേ അങ്ങനെയാണ്, ബർത്ത്ഡേക്ക് വന്ന് കേക്ക് മുറിച്ച് കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ രാത്രിത്തെ ഭക്ഷണം, രാത്രിയായിരിക്കും, സന്ധ്യയ്ക്കായിരിക്കുമല്ലോ കേക്ക്. അപ്പോൾ രാത്രിത്തെ ഭക്ഷണം ഇവർ പൊതുവേ ചോറ് അങ്ങനെ തിന്നില്ല. രാത്രി വേറെ എന്തെങ്കിലും കടികളോ ഇല്ലെങ്കിൽ പൂരിയോ ഇല്ലെങ്കിൽ ദോശ അങ്ങനെ. ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ദോശയും ഇഡ്ഡലി, എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ദോശയും ഇഡ്ഡലിയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി. പിന്നെ നല്ലൊരു അടിപൊളി ഒരു പായസം ഉണ്ടാക്കി.
പക്ഷെ അതൊക്കെ വീഡിയോ ആയിട്ട് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ ആ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുത്തില്ല. കേക്ക് മുറിക്കുന്ന വീഡിയോ എടുക്കാമല്ലോ, കഴിക്കുന്നത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കുക്ക് ചെയ്യുന്നതൊന്നും ഞാൻ എടുത്തില്ല. ഞാനും മോളും കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പക്ഷെ ലാസ്റ്റ് അതൊന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, പിന്നെ അതങ്ങ് വിട്ടുപോയി. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ആ തിരക്കിൻ്റെ ഇടയിൽ പിള്ളേർക്കെല്ലാം നേരത്തെ കൊടുക്കണമല്ലോ, ലേറ്റും അധികം ആക്കരുത്, കാരണം കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ വേഗം കൊടുത്തിട്ട് അവർക്കെല്ലാം അവരവരെ വീടുകളിലേക്ക് പോകണമല്ലോ. അതുകൊണ്ട് എല്ലാം ആ സമയത്തും എനിക്ക് അങ്ങനെ ഞങ്ങളെ വീഡിയോ എടുക്കാൻ ഞങ്ങൾ സ്റ്റാൻഡിൽ മൊബൈൽ അവിടെ വെച്ചതേ ഉള്ളൂ. ഓരോരുത്തർ ഇങ്ങനെ കാണിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അറിയാലോ, എന്തെങ്കിലും ഒരു ചെറുതായാലും ഒരു ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ എല്ലാം നോക്കണ്ടേ. പിള്ളേർ വന്ന് അവർക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് നമുക്ക് ഈ മൊബൈലിൽ എല്ലാ വർഷവും ഞങ്ങൾ ഇതുപോലെ കേക്ക് മുറിക്കലും ഫുഡ് ഉണ്ടാക്കലും കൊടുക്കലൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ വീഡിയോ എപ്പോഴും അങ്ങനെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ അങ്ങനെ എടുക്കാൻ കഴിഞ്ഞ വർഷവും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവർക്കും ഇരിക്കേണ്ടതുകൊണ്ട് താഴെയാണ് കുട്ടികൾ ഇരിക്കുന്നത്. അപ്പോൾ താഴെ ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം വിളമ്പാൻ പോവുകയാണ്. അപ്പോൾ പായസം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ പായസം എല്ലാ ബർത്ത്ഡേക്കും പായസം മെയിനാണ്. ഇവിടെ പായസം ഉണ്ടാക്കും. ദോശയും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചോറിനോട് ഞാൻ പറഞ്ഞല്ലോ, ചോറിനോട് ഇവർക്ക് വലിയ താല്പര്യമില്ല. രാത്രി ചോറൊന്നുമില്ല. പിന്നെ നോൺ വെജും കഴിക്കില്ല. ബർത്ത്ഡേൻ്റെ ആ ദിവസങ്ങളിൽ നോൺ വെജൊന്നും ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ പൊതുവേ ബർത്ത്ഡേക്ക് അങ്ങനെ നോൺ വെജ് ആക്കില്ല. ഇഡ്ഡലിയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്നുണ്ട്. ഇപ്പോൾ മോൻ പറഞ്ഞു ഇഡ്ഡലി ഒന്നും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമില്ല അമ്മ, എന്നാൽ ദോശ ഉണ്ടാക്കണം. അങ്ങനെ പിന്നെ ദോശ ഉണ്ടാക്കി, കുറച്ച് ദോശ ഉണ്ടാക്കി, കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാമല്ലോ. പിന്നെ എനിക്ക് അടുത്ത നമുക്കൊക്കെ ചോറും ഉച്ചയ്ക്ക് വെച്ച ചോറ്, കറി, പപ്പടം, പായസം എല്ലാം ഉണ്ട്, ഉപ്പേരി എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പം നമുക്കതും കൂട്ടി കഴിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ദോശയും കറിയും പായസവും കൊടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ പൊതുവേ പൂരിയാണ് ഉണ്ടാക്കുക, പൂരിയും കറിയും പായസവും അതാണ് പൊതുവേ ഉണ്ടാക്കുക. അപ്പോൾ ഈ പ്രാവശ്യം പൂരി ഉണ്ടാക്കണ്ട, എളുപ്പപ്പണിക്ക് വേണ്ടി ഇതങ്ങ് ചെയ്തു. അപ്പോൾ മോനെ പഠിപ്പിക്കുന്ന മിസ്സാണ് ഇപ്പോൾ വിളമ്പിയെല്ലാം കൊടുക്കുന്നത്. ഞാനിവിടുന്ന് എടുത്തു കൊടുക്കുന്നു, ആളവിടെ വിളമ്പി കൊടുക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷം. ബർത്ത്ഡേ ഫങ്ഷൻ എന്നൊന്നും പറയാനൊന്നുമില്ല. കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം എല്ലാം വീടിൻ്റെ അടുത്തുള്ള എല്ലാ കുട്ടികളും വന്ന് അവർ ഭയങ്കര ഹാപ്പിയാണ്. അവരിങ്ങനെ കേക്ക് മുറിക്കലും ഫുഡ് കഴിക്കലൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആഘോഷമാണ്. കുഞ്ഞുങ്ങൾക്ക് എല്ലാ പിള്ളേരും അതുപോലെ എല്ലാ ബർത്ത്ഡേക്കൊക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. ബർത്ത്ഡേ വരുന്നേ നോക്കി നിൽക്കും. എപ്പോഴാണ് ബർത്ത്ഡേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. പിള്ളേർക്ക് അതൊക്കെയാണ് അവരുടെ ഒരു സന്തോഷം. എല്ലാ ഫ്രണ്ട്സൊക്കെ വരും, കേക്ക് മുറിക്കുക, കളിക്കുക, എല്ലാവർക്കും കൂടി അതൊക്കെയാണ്. അപ്പോൾ എൻ്റെ 2 മക്കളും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നില്ല. കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മാറി നിന്നു. കുട്ടികളുടെ കൂടെ തന്നെ നിന്ന് അവർക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ഞാനും എടുത്തു കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം കഴിക്കുന്നത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോ ദോശയൊക്കെ കൊടുത്ത് അവർക്ക് വേണ്ടവർക്ക് വീണ്ടും ഞങ്ങൾ കൊടുക്കുക. അതാണ് അവരെ കൂടെ തന്നെ ഇങ്ങനെ കളിക്കുന്നത് കേട്ടോ. പിന്നെ പായസം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവരും 2 പ്രാവശ്യം പായസമൊക്കെ കുടിച്ചു. എല്ലാവർക്കും പായസം ഇഷ്ടമായി. എല്ലാവരും വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയത്. കുട്ടികളെല്ലാം കഴിച്ചു കഴിഞ്ഞു. നമ്മൾ ഇരുന്നത് മോനും മോളും ഞാനും ഏടത്തിയും പിന്നെ മോൻ്റെ മിസ്സും ഒക്കെ കൂടി ഇരുന്നു. നമ്മളും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഞാൻ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് ഞാൻ ഇരിക്കുക അവർ നിർബന്ധിക്കുന്നുണ്ട്. എന്നിട്ടും ഇല്ല നിങ്ങൾ കഴിക്കുക, ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് അവരവിടെ തന്നെ ഇരുന്നു. പിന്നെ ഞാനും കഴിച്ച് എല്ലാവരും ഒന്നിച്ച് തന്നെ എഴുന്നേറ്റു. പിന്നെ ഇവിടെ പൊതുവെ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് പഴയ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും അതൊക്കെ കാഴ്ചയ്ക്ക് ഉണ്ടെന്നേ ഉള്ളൂ. താഴെ ഇരുന്ന് കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അതാണ് അതിൻ്റെ ഒരു മര്യാദ എന്നുള്ള ഒരിതാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഭക്തി കുറച്ച് കൂടുതലുള്ള ഏരിയയാണ്. അപ്പോൾ ഇവിടെ താഴെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഒരു പ്ലേറ്റിൽ 2 പേരിരുന്ന് കഴിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാരിക്കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഇവിടെ. അവർ 2 പേരും ബാക്കി വന്ന കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്ത്
ഒരു ചെറിയ സന്തോഷം അവർക്ക്. ഇനി പപ്പ വന്നാൽ ഒരു മുറിക്കലും കൂടിയുണ്ട്. അപ്പോൾ അത് കുറച്ച് കേക്ക് അവിടെ ബാക്കി വെച്ചിരിക്കുകയാണ്. പപ്പ വന്നിട്ട് പപ്പയുടെ മുന്നിൽ നിന്ന് മുറിക്കണം, കൊടുക്കണം. അതാണ് അവരുടെ ഒരു സന്തോഷം. അപ്പോഴത്തേക്ക് പപ്പ വന്നു, കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട്, മാള് പോയിട്ടുണ്ട്, വാതിൽ തുറക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 4 പേര് മാത്രമായി. ഇപ്പോൾ കട പൂട്ടിയിട്ട് ചേട്ടൻ വന്നു. അപ്പോൾ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മോനും മോളും. അപ്പോൾ പപ്പയ്ക്ക് കൂടി കൊടുക്കണം കേക്ക് എന്നും പറഞ്ഞിട്ട് അതിന് വേണ്ടി നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളും ഭക്ഷണമൊക്കെ എല്ലാവരും കൂടിയും കഴിച്ചിരുന്നു. അപ്പോൾ സമയം ഒരുപാടായി കേട്ടോ, 11 മണിയൊക്കെ ആയി. ചേട്ടന് എന്തോ ഒരു തിരക്കുണ്ടായത് കാരണമാണ് ആ സമയത്ത് വരാത്തത്. അതാ എന്നെ കളിപ്പിച്ചുകൊണ്ട് വരുന്ന മോന് കേക്കും പിടിച്ചിരിക്കുകയാണ് പപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പപ്പ വരുമ്പോൾ ഓടിപ്പോയി കേക്കെല്ലാം എടുത്ത് കൊണ്ടുവരികയായിരുന്നു. കൈയും കാലൊന്നും കഴുകാത്തതുകൊണ്ട് പിന്നെ കൈയെല്ലാം കഴുകിയിട്ട് മോന് കൊടുക്കാൻ. അപ്പോൾ കൈയെല്ലാം കഴുകി വന്ന് മോനും മോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കെല്ലാം കൊടുത്ത്. അവൻ നേരത്തെ വരാൻ പറ്റിയില്ല, എന്തോ തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളും എല്ലാവരും കൂടി കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു. കാരണം കാത്തിരുന്നിട്ട് കാര്യമില്ല, ലേറ്റാകും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം തന്നെ സമയം